ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോമിക്കോം കേരള. അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ മലയാളികളുടെ എല്ലാം ഫേവററ്റ് ഫുഡായ കപ്പ വേവിച്ചതാണ്. ഞങ്ങളുടെ നാട്ടിൽ കപ്പ പുഴുക്കെന്നാണ് പറയണേ, ചിലയിടത്തൊക്കെ കപ്പ വേവിച്ചതെന്നും പറയും. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കപ്പ വെച്ചിട്ടല്ല, ഉണക്കക്കപ്പ വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതാ കപ്പ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോഴേ കപ്പ നല്ല സോഫ്റ്റായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒടിച്ചാൽ നന്നായിട്ട് ഒടിയും, നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ഇതെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിത് സോഫ്റ്റായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒടിച്ച് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ കപ്പ നികങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുവാണ്. ഇനി നമ്മൾ അരപ്പിന് വേണ്ടി ഒരു അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ട ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഇത് കുറച്ച് കാന്താരിമുളക് ഉണങ്ങിയതാട്ടോ, പച്ച ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, എൻ്റെ അടുത്തില്ല. പിന്നെ ഒരു 4 വെളുത്തുള്ളി, പിന്നെ ഒരു 3 കുഞ്ഞുള്ളി, പിന്നെ ഒരൽപ്പം കറിവേപ്പില, പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള ഉപ്പ്. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ 5 വിസിൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മരത്തിൻ്റെ തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് ഇനി നമുക്ക് ഈ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പ് നമ്മളിപ്പം മിക്സ് ചെയ്യരുത്. ഈ അരപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ആ മോൾ ഭാഗത്തുള്ള കപ്പ മാത്രം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പയ്ക്ക് നല്ല ആവിയൊക്കെ വന്നു. ഈ സമയം നമുക്ക് ഈ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒരാൾ ഇടയ്ക്കേക്കടെ വന്ന് ഇച്ചിരി ഞോണ്ടി എടുക്കുന്നുണ്ട്, കൊതി സഹിക്കാൻ വയ്യാതെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് പച്ച വെളിച്ചെണ്ണയുടെ കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഉണക്കക്കപ്പ വേവിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളമ്പുന്നതിന് മുന്നേ ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വിളമ്പുക. ആ വെളിച്ചെണ്ണയുടെ രുചിയൊക്കെ എല്ലായിടത്തും നന്നായി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ കപ്പ കണ്ടാൽ പറയും ഉണക്കക്കപ്പ വേവിച്ചതാണെന്ന്. കാണുന്നത് പോലെ തന്നെയാണ്, നല്ല രുചിയുണ്ട്. പിന്നെ കപ്പയുടെ കൂടെ ഞങ്ങൾക്ക് കുറച്ച് മീൻകറിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീൻകറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയുക, ഞാൻ തീർച്ചയായും വീഡിയോ ഇടുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.